ഗുഡ് മോർണിംഗ് ടു ഓൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മോണിറ്ററി അപ്രോച്ചിൽ എങ്ങനെയാണ് റേറ്റ് ഓഫ് എക്സ്ചേഞ്ച് ഡിറ്റർമിൻ ചെയ്യുന്നത് എന്നതിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. മോണിറ്ററിസം ഈസ് എ സ്കൂൾ ഓഫ് തോട്ട് ഇൻ മോണിറ്ററി എക്കണോമിക്സ് ദാറ്റ് എംഫസൈസസ് ദ റോൾ ഓഫ് ഗവൺമെൻറ്റ്സ് ഇൻ കൺട്രോളിംഗ് ദ എമൗണ്ട് ഓഫ് മണി ഇൻ സർക്കുലേഷൻ. മോണിറ്ററി എക്കണോമിക്സിൽ ഉള്ള ഒരു സ്കൂൾ ഓഫ് തോട്ടിനെയാണ് മോണിറ്ററിസം എന്ന് പറയുന്നത്. അത് എംഫസൈസ് ചെയ്യുന്നത് ഗവൺമെൻറ്റിൻ്റെ റോള് മണി സർക്കുലേഷൻ്റെ എമൗണ്ടിനെ കൺട്രോൾ ചെയ്യാനാണ്. മോണിറ്ററിസ്റ്റ് തിയറി അസർട്ട് ദാറ്റ് വേരിയേഷൻസ് ഇൻ ദ മണി സപ്ലൈ ഹാവ് മേജർ ഇൻഫ്ലുവൻസസ് ഓൺ നാഷണൽ ഔട്ട്പുട്ട് ഇൻ ദ ഷോർട്ട് റൺ ആൻഡ് ഓൺ പ്രൈസ് ലെവൽസ് ഓവർ ലോങ്ങർ പീരീഡ്സ്. ഈ മോണിറ്ററിസ്റ്റ് തിയറിയിൽ മണി സപ്ലൈയിൽ ഉണ്ടാകുന്ന വേരിയേഷൻസിനെ മെയിനായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഷോർട്ട് റണ്ണിലുള്ള നാഷണൽ ഔട്ട്പുട്ടും അതുപോലെ ലോങ്ങർ പീരീഡിലുള്ള പ്രൈസ് ലെവലുമാണ്. മോണിറ്ററിസ്റ്റ് അസർട്ട് ദാറ്റ് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് മോണിറ്ററി പോളിസി ആർ ബെസ്റ്റ് മെറ്റ് ബൈ ടാർഗറ്റിംഗ് ദ ഗ്രോത്ത് റേറ്റ് ഓഫ് ദ മണി സപ്ലൈ rather than by engaging in discretionary monetary policy. പോളിസിയുടെ ഒബ്ജക്റ്റീവ് എന്തെന്നാലും മണി സപ്ലൈയിൽ ഉണ്ടാകുന്ന ഗ്രോത്ത് റേറ്റ് ടാർഗറ്റ് ചെയ്യുന്നതിനേക്കാളും ഡിസ്ക്രിഷണറി മോണിറ്ററി പോളിസിയെ എൻഗേജ് ചെയ്യിക്കലാണ്. മോണിറ്ററിസം ടുഡേ ഈസ് മെയിൻലി അസോസിയേറ്റഡ് വിത്ത് ദ വർക്ക് ഓഫ് മിൽട്ടൺ ഫ്രീഡ്മാൻ, who was among the generation of economists to accept Keynesian economics and then criticize Keynes theory using fiscal policy or government spending. ഇന്നത്തെ മോണിറ്ററിസം മെയിനായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നത് മിൽട്ടൺ ഫ്രീഡ്മാൻ്റെ വർക്കിലൂടെയാണ്. അദ്ദേഹം കെനീഷ്യൻ എക്കണോമിക്സിനെ അക്സെപ്റ്റ് ചെയ്യുകയും പിന്നീട് ഫിസ്ക്കൽ പോളിസി അഥവാ ഗവൺമെൻറ് സ്പെൻഡിങ് യൂസ് ചെയ്തിട്ടുള്ള കെയ്ൻസ് തിയറി ക്രിറ്റിസൈസ് ചെയ്യുകയുമായിരുന്നു. നെക്സ്റ്റ്, മോണിറ്ററി അപ്രോച്ച് ടു എക്സ്ചേഞ്ച് റേറ്റ് ഡിറ്റർമിനേഷൻ. മോണിറ്ററി അപ്രോച്ച് എങ്ങനെയാണ് എക്സ്ചേഞ്ച് റേറ്റ് ഡിറ്റർമിൻ ചെയ്യുന്നത് എന്ന് നോക്കാം. ഇൻ ദ മോണിറ്ററി അപ്രോച്ച് ദ റേറ്റ് ഓഫ് എക്സ്ചേഞ്ച് ഈസ് ഡിറ്റർമൈൻഡ് ത്രൂ ദ ബാലൻസിങ് ഓഫ് ദ ടോട്ടൽ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഓഫ് ദ നാഷണൽ കറൻസി ഇൻ ഈച്ച് കൺട്രി. അതായത് റേറ്റ് ഓഫ് എക്സ്ചേഞ്ച് മോണിറ്ററി അപ്രോച്ചിൽ ഡിറ്റർമിൻ ചെയ്യുന്നത് ഓരോ കൺട്രിയുടെയും നാഷണൽ കറൻസിയുടെ ടോട്ടൽ ഡിമാൻഡും സപ്ലൈയും ബാലൻസിങ് ചെയ്യുന്നതിലൂടെയാണ്. According to this approach, the demand for money depends upon the level of real income, the general price level and the rate of interest. ഈ മോണിറ്ററി അപ്രോച്ച് പറയുന്നത് റിയൽ ഇൻകത്തിൻ്റെ ലെവലും അതുപോലെ ജനറൽ പ്രൈസ് ലെവലും പിന്നെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും ഇതെല്ലാമാണ് ഡിമാൻഡ് ഫോർ മണി ഡിപ്പെൻഡ് ചെയ്യുന്നത്. ദ ഡിമാൻഡ് ഫോർ മണി ഈസ് ദ ഡയറക്റ്റ് ഫങ്ഷൻ ഓഫ് ദ റിയൽ ഇൻകം ആൻഡ് ദ ലെവൽ ഓഫ് പ്രൈസസ്. ഈ ഡിമാൻഡ് ഫോർ മണിയുടെ ഡയറക്റ്റ് ഫങ്ഷൻസ് മെയിനായിട്ട് റിയൽ ഇൻകവും ലെവൽ ഓഫ് പ്രൈസസും ആണ്. ഓൺ ദ അതർ ഹാൻഡ് ഇറ്റ് ഈസ് ആൻ ഇൻവേഴ്സ് ഫങ്ഷൻ ഓഫ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. നമുക്കിത് മറ്റേ രീതി പറയുകയാണെങ്കിൽ ഇത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൻ്റെ ഒരു ഇൻവേഴ്സ് ഫങ്ഷനാണ്. ഇനി ആസ് റിഗാർഡ്സ് ദ സപ്ലൈ ഓഫ് മണി ഇറ്റ് ഈസ് ഡിറ്റർമൈൻഡ് ഓട്ടോണമസ്ലി by the monetary authorities of different countries. ഇനി നെക്സ്റ്റ് സപ്ലൈ ഓഫ് മണി ഡിറ്റർമിൻ ചെയ്യുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് ഡിഫറെൻറ്റ് കൺട്രീസിൻ്റെ മോണിറ്ററി അതോറിറ്റീസ് ആണ്. ഇറ്റ് ഈസ് അസ്യൂംഡ് ദാറ്റ് ഇനിഷ്യലി ദ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് ഈസ് ഇൻ ഇക്വിലിബ്രിയം ഓർ അറ്റ് ഇൻട്രസ്റ്റ് പാരിറ്റി. അത് ഇനിഷ്യലായിട്ട് അസ്യൂം ചെയ്യുന്നത് ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് ഇക്വിലിബ്രിയത്തിലെത്തുക അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് പാരിറ്റിയിലൂടെയാണ്. It is further supposed that the monetary authority in the home country increases the supply of money. അല്ലെങ്കിൽ ഒരു ഹോം കൺട്രിയുടെ മോണിറ്ററി അതോറിറ്റി സപ്ലൈ ഓഫ് മണി ഇൻക്രീസ് ചെയ്യലാണ്. ദിസ് വിൽ ലീഡ് ടു എ പ്രൊപ്പോർഷനേറ്റ് ഇൻക്രീസ് ഇൻ പ്രൈസ് ലെവൽ ഇൻ ദ ഹോം കൺട്രി ഇൻ ദ ലോങ് റൺ. ഇത് ലോങ് റണ്ണിലുള്ള ആ ഹോം കൺട്രിയുടെ പ്രൈസ് ലെവൽ പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് ഇൻക്രീസ് ചെയ്യാൻ കാരണമാകുന്നു. It will also cause depreciation in the home currency as explained by the PPP theory. അതുപോലെ തന്നെ PPP തിയറി എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഹോം കറൻസി ഡിപ്രീസിയേറ്റ് ചെയ്യാൻ ഇത് കാരണമാകുന്നു.
This approach is also depends upon the PPP or purchasing power parity theory. ഈ അപ്രോച്ച് PPP അല്ലെങ്കിൽ പർച്ചേസിംഗ് പവർ പാരിറ്റി തിയറിയെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ദ PPP തിയറി വാസ് പ്രൊപ്പോൺഡ് ബൈ പ്രൊഫസർ ഗസ്റ്റവ് കാസൽ. According to this theory, rate of exchange between two countries depends upon the relative purchasing power of their respective currencies. ഈ PPP തിയറി ഗസ്റ്റവ് കാസൽ ആണ് പ്രൊപ്പോണ്ട് ചെയ്തത്. ഈ തിയറി പറയുന്നത് രണ്ട് കൺട്രീസിന് ഇടയിലുള്ള എക്സ്ചേഞ്ച് റേറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ആ കൺട്രീസിൻ്റെ റിലേറ്റീവ് പർച്ചേസിംഗ് പവറിലൂടെയാണ്. ഇൻ അതർ വേർഡ്സ്, it compares different countries' currencies through a basket of goods approach. അതായത് ഇത് ഡിഫറെൻറ്റ് കൺട്രീസിൻ്റെ കറൻസിയെ കമ്പയർ ചെയ്യുന്നത് ബാസ്ക്കറ്റ് ഓഫ് ഗുഡ്സ് അപ്രോച്ചിലൂടെയാണ്. അക്കോർഡിംഗ് ടു ദിസ് കൺസെപ്റ്റ്, two countries are in equilibrium, known as the currencies being at par when a basket of goods is priced the same in both countries, taking into account the exchange rates. ഈ കൺസെപ്റ്റ് പറയുന്നത് രണ്ട് കൺട്രീസിൻ്റെ പാർ വാല്യൂ തുല്യമാവുകയാണെങ്കിൽ ആ രണ്ട് കൺട്രീസ് ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയാം. അതുകൊണ്ട് തന്നെ ഈ ഒരു ബാസ്ക്കറ്റ് ഓഫ് ഗുഡ്സിന് സെയിം പ്രൈസാണ് ടു കൺട്രീസും ഈടാക്കുന്നത്. അങ്ങനെയാണ് എക്സ്ചേഞ്ച് റേറ്റ് കണക്കാക്കുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് ഈ അപ്രോച്ചിന് കുറച്ച് ക്രിറ്റിസിസം ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. First one, this approach has generally failed to explain the movements in the exchange rates of major currencies during the period of currency flotation since 1973. 1973 മുതൽ കറൻസി ഫ്ലോട്ടേഷൻ പീരീഡിൽ മേജർ കറൻസികളുടെയും എക്സ്ചേഞ്ച് റേറ്റിലുള്ള മൂവ്മെൻറ്റ്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിൽ ഈ അപ്രോച്ച് ഫെയിൽ ആയിട്ടുണ്ട്. നെക്സ്റ്റ്, the monetary approach laid an excessive emphasis upon the role of money and has given very little importance to trade as the determinant of foreign exchange rates. Monetary approach റോൾ ഓഫ് മണിയിൽ കൂടുതലായിട്ടുള്ള എംഫസൈസ് വെച്ചിരിക്കുകയും അതുപോലെ ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ് ഡിറ്റർമിൻ ചെയ്യുന്ന ട്രേഡ് പോലെയുള്ളതിന് കുറച്ച് മാത്രമാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. നെക്സ്റ്റ് ആയിട്ടുള്ളത്, ദിസ് അപ്രോച്ച് ഹോൾഡ്സ് ദാറ്റ് ഡൊമസ്റ്റിക് ആൻഡ് ഫോറിൻ ഫിനാൻഷ്യൽ അസറ്റ്സ് സച്ച് ആസ് ബോൺസ് ആർ പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സ്. ഈ അപ്രോച്ചിൽ ഡൊമസ്റ്റിക്കും അതുപോലെ പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള ബോൺസ് പോലെയുള്ള ഫോറിൻ ഫിനാൻഷ്യൽ അസറ്റ്സും ആണ് ഹോൾഡ് ചെയ്യുന്നത്. Next, this approach to the determination of exchange rate has not performed well empirically. The estimated parameters have been found either insignificant or they have the wrong signs. ഈ അപ്രോച്ചിൽ റേറ്റ് ഓഫ് എക്സ്ചേഞ്ച് ഡിറ്റർമിൻ ചെയ്യുന്നത് പെർഫോമലി നല്ല രീതിയിലല്ല. കണക്കാക്കിയ പാരാമീറ്റേഴ്സിൽ പ്രധാനമല്ലാത്തതും റോങ് സൈൻസുമാണ് കാണാൻ കഴിയുന്നത്. നെക്സ്റ്റ്, the models of this approach have not fared well also in respect of their forecasting ability. ഈ അപ്രോച്ചിലുള്ള മോഡൽസിന് പ്രവചനശേഷിയിൽ നല്ല രീതിയിലല്ല. ലാസ്റ്റ് ക്രിറ്റിസിസം, the test on market efficiency have tended to reject this approach. മാർക്കറ്റ് എഫിഷ്യൻസിയിലുള്ള ടെസ്റ്റുകൾ ഈ അപ്രോച്ച് റിജക്റ്റ് ചെയ്യാൻ കാരണമായിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.